യെസ് ഹലോ ഡീസ് ഗുഡ് ഈവനിങ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് മനസ്സിലായി കാണുമല്ലേ, തമിഴിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിന്റെ മോർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4th ചാപ്റ്റർ ആയ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, സാധ്യതകളുടെ ഗണിതം. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ. എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നേരെ തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ് ഒന്ന് പറഞ്ഞോട്ടെ. ചാൻസസ് അഥവാ സാധ്യത എന്ന് പറയുമ്പോൾ ഏറ്റവും മാക്സിമം എന്താണ് ചാൻസസ് എന്ന് പറയുന്നത്? ടോട്ടൽ ചാൻസസ് എപ്പോഴും ഒന്നിൽ കുറവോ ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ സാധ്യത എടുത്തു കഴിഞ്ഞ് അവർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ മാക്സിമം നമുക്ക് എത്ര വരെ വരും സാധ്യത? 1. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ ടോട്ടൽ ചാൻസ് അല്ലെങ്കിൽ ആകെ നമ്മളുടെ സാധ്യത ഡിനോമിനേറ്ററിലാണ് എഴുതുന്നത്, ചോദിച്ചിരിക്കുന്നത് ന്യൂമറേറ്ററിലും. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? അപ്പോൾ ചാൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചാൻസസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ ചാൻസ് എപ്പോഴും നമ്മൾ എവിടെ എഴുതുന്നത്? ഡിനോമിനേറ്ററിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുന്ന ഫിഗർ ആണെങ്കിൽ തുല്യമായിട്ട് ഭാഗിച്ച് നേരെ നമുക്ക് ആൻസറിലേക്ക് എഴുതാൻ സാധിക്കും. ഇനി തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റാത്ത ഫിഗേഴ്സ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 പേരുടെയും ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എപ്പോഴും വലുത് അല്ലെ, വലിയ നമ്പർ താഴെ ആയിരിക്കും നമ്മൾ എഴുതുന്നത് അല്ലേ ഡിനോമിനേറ്ററിൽ. വലുതിന്റെ ഏരിയ താഴെയും ചെറുതിന്റെ ഏരിയ മേളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചാൻസ് എഴുതുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പേഴ്സ് അഥവാ ജോഡികൾ അല്ലെ. അപ്പോൾ പേഴ്സിന്റെ കേസിൽ ടോട്ടൽ ചാൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th ചാപ്റ്ററിന്റെ മോർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? യെസ്, ഒരു പേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോട്ട്സ് ആൻഡ് സെക്കൻഡ് ബോട്ട്സ്. ഓക്കെ, 2 ബോട്ട്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്ന സ്ലിപ്പുകൾ ഉണ്ട് ഫസ്റ്റ് ബോട്ട്സിൽ. സെക്കൻഡ് ബോട്ട്സിൽ നോക്കി ഈവൺ നമ്പേഴ്സ് ആണ് 2, 4, 6, 8, 10. എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഈവൺ നമ്പേഴ്സ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ബോക്സിൽ നിന്നും സെക്കൻഡ് ബോക്സിൽ നിന്നും സ്ലിപ്പുകൾ ഓരോ സ്ലിപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇവൻ നമ്പർ കിട്ടാനായുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് നമുക്ക് ടോട്ടൽ ചാൻസ് വേണ്ടേ, ആകെ സാധ്യത വേണ്ടേ? ഇവിടെ നോക്കിക്കേ, ഫ്രം ഈച്ച്, ഓരോന്നിൽ നിന്നും എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പേഴ്സ് ആണ്, ജോഡികളാണ്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, പേഴ്സ് അഥവാ ജോഡികൾ. മിസ് പറഞ്ഞു പേഴ്സ് അഥവാ ജോഡികളിൽ ടോട്ടൽ ചാൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടല് 4 എണ്ണമുണ്ട്. 4 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 1 2 3 4 5 സ്ലിപ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 4 ഇൻറ്റു 5 ചെയ്യണം. ദാറ്റ് ഈസ് ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ ചാൻസ് അഥവാ ടോട്ടൽ പേഴ്സ് എന്ന് പറയുന്നത് 20 എണ്ണം കിട്ടും. ഓക്കെ ആണല്ലോ? ആകെ ജോഡികൾ എത്രയാണ്? 20 പേഴ്സ്, 20 ജോഡികളാണ് ആകെ സാധ്യത വരുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിൽ നിന്നും ഓരോ സ്ലിപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവൻ ഈവൺ നമ്പർ ആവാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് ബോക്സിൽ 2, 4 2 ഈവൺ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ചാൻസ് എഴുതുമ്പോൾ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഈവൺ നമ്പേഴ്സ്, ഓക്കെ, ഇരട്ട സംഖ്യകൾ വരാനായുള്ള സാധ്യത 1 2. ഇവിടെ 2 പേരുണ്ട്. 2 ഇൻറ്റു 1 2 3 4 5. സെക്കൻഡ് ബോക്സിൽ എല്ലാം ഈവൺ നമ്പേഴ്സ് ആണ്. സോ 5 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ് ആണ് നമ്മൾ താഴെ ഡിനോമിനേറ്ററിൽ എഴുതുന്നത് അല്ലേ. ടോട്ടൽ ചാൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ് ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത്? 20 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നേരെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാലോ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 10, 10/20. 0 0 ക്യാൻസൽ ചെയ്തു. 1/2 എന്ന് നമ്മൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതാ നോക്കിക്കേ, ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഈവൻ നമ്പർ വരാനായുള്ള സാധ്യത എന്താണ്? 1/2. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ചാൻസ് ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ഡിജിറ്റ് ബീങ് ഈവൻ. ഓക്കെ, ഈ 2 ബോക്സിൽ നിന്ന് ഓരോ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സം, ഓക്കെ, അവരുടെ തുക എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആവണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബോക്സ് അല്ലെ, ഒരു പെട്ടിയെല്ലാം വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് നേരെ ആ ഒരു മെത്തേഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോക്സിലെയും സെക്കൻഡ് ബോക്സിലെയും ആളുകൾ ഞാനിവിടെ എഴുതുവാണേ.
ഇവിടെ ഫസ്റ്റ് ബോക്സിലെ ആളുകൾ എത്ര പേരുണ്ട് അവിടെ? 1 2 3 4. ഓക്കെ, 1 2 3 4. ഇനി സെക്കൻഡ് ബോക്സിൽ എത്ര ആളുകളുണ്ട്? 2 4 6 8 10. ഇവരുടെ സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് ഈവൺ നമ്പർ കിട്ടണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇവരെ തമ്മിൽ സം ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ നിന്ന് 1 എന്ന് പറയുന്ന നമ്പറും സെക്കൻഡ് ബോക്സിൽ നിന്ന് 2 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പൊ 1 + 2 എത്രയാണ്? 3. ഓക്കെ, ഇവരുടെ സം അഥവാ തുകയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി 4 + 1 എത്രയാണ്? 4 + 1 5. 6 + 1 എത്രയാണ്? 6 + 1 7. ഓക്കെ, 8 + 1 എന്ന് പറയുന്നത് 9. 10 + 1 എന്ന് പറയുന്നത് 11. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ബാക്കി താഴേക്ക് നേരെ എഴുതി പോവാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 4 6 8 10 12 എന്ന് വരും. ഓക്കെ, ഇതാ ഇവരെ തമ്മിൽ നേരെ പ്ലസ് ചെയ്തതാണ്ടോ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 + 2 5 7 9 11 13. ഓക്കെ അല്ലേ? പ്ലസ് ചെയ്ത് വെറുതെ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിൽ നിന്ന് കിട്ടുന്ന സ്ലിപ്സിന്റെ സം ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 6 8 10 12 14. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, വെറുതെ ചുമ്മാ നോക്കിക്കേ, ഇവരെല്ലാവരും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാവരും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ വരും? നമ്മുടെ 20 എന്ന് തന്നെ വരും. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതെല്ലാം അവിടെ നിന്നോട്ടെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ കൂട്ടിയാൽ സം എന്ന് പറയുന്നത് ഈവൺ നമ്പർ വരാനായുള്ള സാധ്യത. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവരെ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര ഈവൺ നമ്പേഴ്സ് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാ നോക്കിക്കേ, 10 ഈവൺ നമ്പേഴ്സ് ആണുള്ളത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ചാൻസ് ഓഫ് ഗെറ്റിംഗ് സം ഈവൻ, തുക ഈവൺ നമ്പർ കിട്ടാനായുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എന്ന് പറയുന്നത് എത്രയായിരുന്നു? 20. ഇവിടെയും ദാ ഞാൻ വെട്ടിക്കളഞ്ഞു. ചാൻസ് എന്ന് പറയുന്നത് 1/2 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ മെത്തേഡാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നേരെ പോകാം. ആൻസർ കിട്ടിയല്ലോ, സെറ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആൻസർ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ദാ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഏരിയ. ഓക്കെ, ഇൻ ദി ഫിഗർ AB is the diameter of the circle. ഓക്കെ, ഈ ഒരു സർക്കിളിന്റെ, വൃത്തത്തിന്റെ വ്യാസമാണ് AB. ആയിക്കോട്ടെ. കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് ഇൻസൈഡ് ദി സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ്. ഓക്കെ, നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടുകുത്തലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ മിസ് ദാ ഇവിടെ കണ്ണു അടച്ചിട്ട് എന്താണ് ഈ ഒരു ഫിഗറിൽ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഭാഗ്യം പുറത്തുപോയി. ഓക്കെ, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡോട്ട് നോൺ ഷെയ്ഡഡ് റീജിയനിൽ വരാനായുള്ള സാധ്യത. ഓക്കെ, നോക്കിക്കേ, dot put inside the circle without looking to be within the non-shaded region. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാ ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ആളെ തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുമോ? പോസിബിൾ ആണോ? അല്ല, പെട്ടെന്ന് നോക്കുമ്പോൾ പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ ദാ നോക്കിക്കേ, നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ ഇവിടെ വേറെ നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലേക്ക് ഐഡിയ വന്ന് കാണുമല്ലേ? മിസ് കൂടുതൽ കഥ പറഞ്ഞ് പോകണ്ട, ഞങ്ങൾക്ക് ആൻസർ കിട്ടി എന്നാണ് പറയുന്നത്. ഇതാ നോക്കാം, നേരെ തന്നെ ഓൾറെഡി AB എന്ന് പറയുന്നത് എന്താണ്? ഡയാമീറ്റർ ആണ്, വ്യാസമാണ്. ഈ സർക്കിളിനെ 2ആയിട്ട് ഭാഗിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിൻ്റെ ഏരിയ. ഓക്കെ, വൃത്തത്തിൻ്റെ പരപ്പളവ്. അതിൽ നിന്നും ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആളുടെ ഏരിയ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആളുടെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് ചെറുതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ വലുതിൻ്റെ ഏരിയ ചെയ്യണം. ദാ ഇത്രയേ ഉള്ളൂ. ദാ നമുക്ക് കണ്ടുപിടിക്കാം. ഇവന്റെ ഏരിയ എന്ന് പറഞ്ഞാലും ഇവന്റെ ഏരിയ എന്ന് പറഞ്ഞാലും സർക്കിളിന്റെ ഏരിയയുടെ പകുതിയല്ലേ, വൃത്തത്തിന്റെ പകുതിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഇനി ഈ ഷെയ്ഡ് ചെയ്യാത്ത ആളുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? πr² പകുതി അല്ലെ? πr²/2. ഇനി ചാൻസ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ചെറുതിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ വലുതിന്റെ ഏരിയ. ചെറുതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr²/2 ഹോൾ ഡിവൈഡഡ് ബൈ വലുതിന്റെ ഏരിയ. വലുത് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിൾ അല്ലെ, ടോട്ടൽ ഏരിയ അല്ലെ? ടോട്ടൽ ഏരിയ അതായത് πr² ആണ്. ഓക്കെ, ഇവൻ എങ്ങനെ എഴുതാം? നമുക്ക് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാം അല്ലെ? ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതി πr²/2. ഇവിടെ πr² മാത്രം എഴുതിയാൽ അതിനർത്ഥം ഡിവൈഡഡ് ബൈ 1 ഉണ്ടെന്നാണ്. അപ്പോൾ πr²/1 നേരെ തിരിച്ച് എഴുതുമ്പോൾ എന്താവും? 1/πr². 1/πr². തിരിച്ചെഴുതുമ്പോൾ ഡിവിഷൻ മാറിയിട്ട് എന്തായി മാറും? അത്
മൾട്ടിപ്ലിക്കേഷനായി മാറും. ഓക്കെ, ഇവിടെ πr² പോയി, ഇവിടെ πr² പോയി. സോ ഫൈനൽ ആൻസർ എത്ര വന്നു? 1/2 എന്ന് വന്നു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇവനൊന്ന് നോക്കി വെച്ചോളൂ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫിഗറിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. A box contain 3 red balls and 6 green balls. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ഈ ഒരു പെട്ടിയിൽ റെഡ് ബോൾസ് 3 എണ്ണം ഉണ്ട്, ആയിക്കോട്ടെ. ഇനി ഗ്രീൻ ബോൾസ്, ഓക്കെ, പച്ച ബോൾസ് 6 എണ്ണം ഉണ്ട്. റെഡ് ആണോ ഗ്രീൻ ആണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണ് കളർ ഒന്ന് പറയാട്ടോ. ഓക്കെ, അപ്പോൾ റെഡും ഗ്രീനും ബോൾസ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് what is the probability of getting a red ball from this box? ഓക്കെ, ഇവിടെ ടോട്ടൽ ഇപ്പോൾ എത്ര ബോൾസ് ഉണ്ട്? 3 + 6 9 പന്തുകൾ ഉണ്ട് അല്ലേ, 9 ബോൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പെട്ടിയിൽ നിന്നും കണ്ണു അടച്ചിട്ട് റാൻഡം ആയിട്ടൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് പന്ത് കിട്ടാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? റെഡ് പന്തിന്റെ എണ്ണം, റെഡ് ബോൾസിന്റെ എണ്ണം എന്താണ്? 3. 3 ആകെ പന്തുകൾ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 9. സിമ്പിൾ അല്ലേ? വെട്ടി ചെറുതാക്കുമ്പോൾ 1/3 എന്ന് വരും. ഓക്കെ അല്ലേ? പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ സാധിച്ചു. ഇനി കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മെനി മോർ റെഡ് ബോൾസ് ഷുഡ് ബി ആഡഡ് സോ ദാറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ 1/2. വല്ലത് മനസ്സിലായ? ഇവിടെ 1/3 ആയിരുന്നു നമ്മുടെ ചാൻസ്. എന്തിന്? റെഡ് പന്ത് കിട്ടാനായുള്ള സാധ്യത. എത്ര ബോൾ കൂട്ടിയാലാണ് റെഡ് പന്തിന്റെ സാധ്യത 1/2 ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1/3 ആണ് ചാൻസ്. അത് 1/2 ആവണമെങ്കിൽ റെഡ് ബോൾ ഇനിയും എത്ര എണ്ണം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? റെഡ് ബോളിന്റെ എണ്ണം എത്ര ആയിരിക്കണം അത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ റെഡ് ബോൾസിന്റെ എണ്ണം അറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ റെഡ് ബോൾസിന്റെ എണ്ണം അല്ലെങ്കിൽ റെഡ് ബോൾസ് ഒക്കെ അറിയില്ല. അറിയാത്ത ഒരാൾക്ക് നമ്മളൊരു പേര് കൊടുക്കും, സ്വാഭാവികമായിട്ടും എന്താണ്? എച്ച് എന്ന് കൊടുത്തു. എച്ച് പന്തുകളാണ് ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പോവാണേ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3/9 ഇതായിരുന്നില്ലേ നമുക്കിപ്പോൾ ചാൻസ് കിട്ടിയത് റെഡ് പന്ത് കിട്ടാനായുള്ള സാധ്യത. ഓക്കെ, ഇതിന്റെ കൂടെ എന്ത് കൂടി? എക്സ് കൂടി അല്ലേ? റെഡ് പന്തുകൾ കുറച്ചുകൂടി കൂട്ടണം. അപ്പോൾ 3 + x. റെഡ് പന്തുകൾ കൂടുമ്പോൾ ആകെ പന്തുകളുടെ എണ്ണം കൂടി കൂടുമല്ലോ. ഇവിടെയും ദാ +x ചെയ്തു. ഓക്കെ, കൂടിക്കഴിഞ്ഞപ്പോൾ എന്താവണം? 1/2 ആവണം നമ്മുടെ ചാൻസ്. ഇനി ഇതിന് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാൻ മിസ്സിന്റെ ഹെൽപ്പ് ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് കണ്ടുപിടിച്ച് ഞാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആരാണ് ആദ്യം ചെയ്യുന്നത് നോക്കാം. നോക്കാം, നേരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 3 + x is equal to 1 × 9 + x. 3 × 2 6 + 2 × x 2x is equal to 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെ അല്ലേ? ഇനി ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, +6നെ അപ്പുറത്തേക്കും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നോക്കാം, 2x ഇവിടെ ഓൾറെഡി ഉണ്ട്. +x = അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? -x ആയി മാറും. 9 ഇവിടെ ഓൾറെഡി ഉണ്ട്. +6 9ന്റെ അടുത്തേക്ക് പോകുമ്പോൾ -6 ആവും. ഇവിടെ എന്താ ചെയ്തത്? നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി, വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 2x ന്ന് x പോയാൽ എത്രയാണ്? x ആണ്. 9 - 6 എത്രയാണ്? 3 ആണ്. നോക്കിക്കേ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ബോൾ അല്ലേ, ആദ്യം ഉണ്ടായിരുന്നത് 3 ആയിരുന്നു. കുറച്ച് ബോൾ അല്ലേ, 3 ബോൾസ് കൂടി കൂട്ടിയാൽ നമ്മുടെ ചാൻസ് 1/2 ആകും. അതെ, ശരിയാണ്. 3 ബോൾസും കൂടി കൂട്ടിയാൽ ഇത് രണ്ടുപേരും ഈക്വൽ ആയില്ലേ? അപ്പൊ പകുതി ആവൂലേ ചാൻസ്? സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവനെ ഒന്ന് സ്റ്റാർ ഇട്ട് വെച്ചോളൂ, കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചാൻസ് ഇത്ര ആവണമെങ്കിൽ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ബോൾസോ ബീഡ്സോ എന്ത് വേണമെങ്കിലും തരും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇതിന്റെ ചാൻസ് നമ്മളിപ്പോൾ ചെയ്തതിന്റെ ആൻസർ ആണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്? ദി നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 ആർ റിട്ടേൺ ഇൻ എ പേപ്പർ സ്ലിപ്സ്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ 1 2 3 4 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവനെ ഒരു ബോക്സ്, ഒരു പെട്ടിയിലേക്ക് ഇട്ടു. ഇനി വേറൊരു ബോക്സിൽ 10നേക്കാൾ കുറവ്, അതായത് 10നേക്കാൾ കുറവുള്ള 3ന്റെ മൾട്ടിപ്പിൾസ്, 3ന്റെ ഗുണനങ്ങൾ വരുന്ന കുറച്ച് നമ്പേഴ്സ് വേറൊരു ബോക്സിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ബോക്സിൽ നിന്നും ഫ്രം ഈച്ച്, കണ്ടോ, നോക്കിക്കേ, ഓരോന്നിൽ നിന്നും അവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഫ്രം ഈച്ച് എന്ന് കണ്ടാൽ പെയേഴ്സ് ആണ് കേട്ടോ, അവിടെ ജോഡികളാണ്. അപ്പോൾ 2 ബോക്സിൽ നിന്ന് ഞാൻ ഒരേ സമയം
സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഓഡ് നമ്പർ വരാനായുള്ള സാധ്യത, ഒരെണ്ണമെങ്കിലും ഈവൻ വരാനായുള്ള സാധ്യത കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. ആദ്യത്തെ ബോക്സിൽ 1 2 ഞാൻ ഫുൾ എഴുതുവാണേ, 3 4 5 6 7 8 9 10 വരെയുള്ള സ്ലിപ്പ് ഉണ്ട്. ഇനി സെക്കൻഡ് ബോക്സിൽ, മൂന്നാമത്തെ ബോക്സിൽ 10നേക്കാൾ കുറവ് 3ന്റെ മൾട്ടിപ്പിൾസ്, 3ന്റെ ഗുണനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട് അല്ലെ. ഇനി വന്നു കഴിഞ്ഞാൽ 12 എന്ന് പറയുന്നത് 10നേക്കാൾ കൂടും, 10നേക്കാൾ കുറവ് ലെസ് ദാൻ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പെട്ടിയിലും ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ പെയേഴ്സ്. ഓരോ സമയം ഓരോ ബോക്സിൽ നിന്നും ഞാനിവിടെ നിന്ന് എന്ത് സെലക്ട് ചെയ്യുന്നുണ്ട്? സ്ലിപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെയേഴ്സ്, ആകെ ജോഡികൾ എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? ഇവിടെ ടോട്ടൽ 10 എണ്ണം ഉണ്ട് ആൻഡ് ഇവിടെ ടോട്ടൽ 3 പേരുണ്ട്. 3 × 10 ചെയ്താൽ പോരെ, ടോട്ടൽ പേഴ്സ് കിട്ടത്തില്ലേ? സെറ്റ് അല്ലേ? സോ 10 × 3 ആകെ പേഴ്സ്, ആകെ ജോഡികൾ എന്ന് പറയുന്നത് 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിൽ എഴുതേണ്ട ആളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. നേരെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ക്വസ്റ്റിൽ പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്? രണ്ട് സ്ഥലത്ത് നിന്നും ഓഡ് കിട്ടാനായുള്ള സാധ്യത. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ബോക്സിൽ എത്ര ഓഡ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ടാവും? 5 എണ്ണം ഉണ്ടല്ലേ. 1 3 5 7 9, 5 പേരുണ്ട്. ഓക്കെ, അപ്പൊ 5 പേരുണ്ട്. ഇനി സെക്കൻഡ് ബോക്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? സെക്കൻഡ് ബോക്സിൽ 3ഉം 9ഉം അല്ലെ. അപ്പോൾ 3 9 2 പേരാണ് ഉള്ളത്. നേരെ നമുക്ക് ചാൻസ് എഴുതാലോ. ചാൻസ് ഇസ് ഈക്വൽ ടു 5 × 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 30 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 30 എന്ന് വന്നു. എത്ര വന്നു? 5 × 9 10/30. 0 പോയാൽ 1/3 എന്ന് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ? ഒരെണ്ണമെങ്കിലും ഇവൺ നമ്പർ വരാനായുള്ള സാധ്യത. ഓക്കെ, ഒരെണ്ണമെങ്കിലും, ഫുള്ള് 2 ഓടാവാൻ പാടില്ല, ഒരെണ്ണമെങ്കിലും ഈവൻ വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കേ, മിസ് പറഞ്ഞു ആകെ സാധ്യത അല്ലെ, ടോട്ടൽ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഒരു ഇവന്റ് എടുത്തിട്ട് അവന്റെ ആകെ സാധ്യത, ടോട്ടൽ ചാൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 വരെ വരത്തുള്ളൂ. അതിൽ ഓഡ് വരാനായുള്ള സാധ്യത 1/3 ആണെങ്കിൽ ഈവൻ വരാനായുള്ള സാധ്യത 1ൽ നിന്നും ഓഡ് വരാനായുള്ള സാധ്യത മൈനസ് ചെയ്താൽ പോരെ. നോക്കാം, ഈവൻ വരാനായുള്ള സാധ്യത അല്ലെ. നോക്കി, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ? ഓക്കെ, ഈവൻ വരാനായുള്ള സാധ്യത ഒരെണ്ണമെങ്കിലും ഈവൻ വരണം. അപ്പൊ നോക്കാം, ആകെ സാധ്യത എന്ന് പറയുന്നത് 1 ആണ്. 1ൽ നിന്നും ഓഡ് വരാനായുള്ള സാധ്യത മൈനസ് ചെയ്താൽ ബാക്കി ഇവൻ വരാനായുള്ള സാധ്യത ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ 1 - 1/3 ചെയ്യാം. ഇതറിയാലോ ചെയ്യാനായിട്ട്. 1 × 3 3 - 1/3 എത്ര വന്നു? 2/3 എന്ന് വന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. 1 - 1/3 എന്ന് പറഞ്ഞാൽ നേരെ അറിയാം 2/3 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ആട്ടോ നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 ഓക്കെ റിട്ടേൺ ഓൺ എ പേപ്പർ സ്ലിപ്പ്. ഓക്കെ, ഈ പേപ്പർ സ്ലിപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. കാരണം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഫിഗറിന്റെ ക്വസ്റ്റ്യൻസ്, പെയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. അത് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും തുടങ്ങാം. ഒരു പേപ്പർ 1 മുതൽ 10 വരെ പേപ്പർ സ്ലിപ്സിൽ എഴുതിയിട്ട് വീണ്ടും ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പെട്ടിയിൽ നിന്നും ഒരു സ്ലിപ്പ് എടുത്തു കഴിഞ്ഞു, നോക്കാതെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി നമ്പർ ഓൺ ദി സ്ലിപ്പ് ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 3? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ നോക്കിക്കേ, ഈ ഒരു ബോക്സിൽ ഇവിടെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതാം. 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇരിക്കട്ടെ. ഇനി മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ ഗുണനമാവാനായുള്ള സാധ്യത. 3ന്റെ ഗുണനം 1 2 3, 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ. 3ന്റെ ഗുണനം 3 പേരുണ്ട്. 3 ആകെ സാധ്യത എത്ര ഉണ്ട്? 10 നമ്പേഴ്സ് ആണുള്ളത്. 3/10. സോ സിമ്പിൾ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഭീകരനായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാലും പേടിക്കൊന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇൻ എ ക്ലാസ്, ഓക്കെ, ഇവനെ സ്റ്റാറും ട്രീ ഒക്കെ വരച്ച് വെച്ചോളൂ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസ് 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 25 ബോയ്സും 20 ഗേൾസും ഉണ്ട്. ഓക്കെ, 10B എന്ന് പറയുന്ന ക്ലാസ്സിൽ 26 ബോയ്സും 24 ഗേൾസും ഉണ്ട്. ഓരോ ക്ലാസ്സിൽ എന്താ നോക്കിക്കേ, ഫ്രം ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിൽ നിന്നും പെയേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, ഫ്രം ഈച്ച്, ഓരോന്നിൽ നിന്നും എന്ന് ക്വസ്റ്റിൽ കണ്ടാൽ പെയേഴ്സ്, ജോഡികളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ക്ലാസ്സിൽ നിന്നും ഞാൻ ഓരോ സ്റ്റുഡൻസിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഗേൾ ആവാനായുള്ള സാധ്യത, രണ്ടും ബോയ് ആവാനായുള്ള സാധ്യത, ഒരു ബോയും ഒരു ഗേളും ആവാനായുള്ള സാധ്യത. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണോ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ 10D ആയിരുന്നു എൻ്റെ ഡിവിഷൻ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പഠിക്കുന്ന ഡിവിഷൻ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ, യെസ്, വെറുതെ ഒരു രസത്തിന്. ഓക്കെ, അപ്പോൾ 10Dക്കാർ എത്ര പേരുണ്ടെന്നൊന്ന് നോക്കട്ടെ. യെസ്, അപ്പോൾ അതാ നമുക്ക് ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാം. 10A ആൻഡ് 10B എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നേരെ സാധാരണ മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാൻ പോകുന്നു? എടുത്തെഴുതാൻ പോകുന്നു. അപ്പോൾ അതാ 10A എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അവിടെ ബോയ്സ് എന്ന് പറയുന്നത് 25, ഗേൾസ് 20. ബോയ്സ് 25, ഗേൾസ് 20. ഇനി 10B എന്ന് പറയുന്ന ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 26, 24. ബോയ്സ് 26, ഗേൾസ് 24. ഓക്കെ, ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ ടോട്ടൽ ആകെ 45 കുട്ടികളുണ്ട്. ഇവിടെ എത്ര കുട്ടികളുണ്ട് ടോട്ടൽ? 10Bയിൽ 50 കുട്ടികളുണ്ട്. ഓക്കെ, ഇനി ആകെ ചാൻസ്, ആകെ സാധ്യത കണ്ടുപിടിക്കണം. പെയേഴ്സ് അഥവാ ജോഡികളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ സാധ്യത കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അവരെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ ടോട്ടൽ പെയേഴ്സ്, ആകെ ജോഡികൾ ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു എത്രയാണ്? 50 എന്ന് വരും. ഓക്കെ ആണോ? 45 ഇൻറ്റു 50, ടോട്ടൽ 2250 ആകെ സാധ്യത നമുക്ക് കിട്ടും. ഓക്കെ, അവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2250 സാധ്യതകളാണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ചെയ്യുന്നതിന് മുൻപ്, ക്വസ്റ്റ്യനിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കേസാണ്, നമുക്ക് തന്നിരിക്കുന്ന ആളുകളുടെ ആകെ സാധ്യതകൾ ഏതൊക്കെ ചാൻസുകളുണ്ട് നമ്മൾ എടുത്തെഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ബോയും വരാനായുള്ള സാധ്യത. ഞാൻ ഫുൾ ആൻസർ എഴുതുന്നില്ല കേട്ടോ. ഓക്കെ, ബോയും വരാനായുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. BB. ഓക്കെ, ബോയും വരാനായുള്ള സാധ്യത ദാ നോക്കുക, 25 ഇൻറ്റു 26 ഒന്ന് കണ്ടുവെക്കുക കേട്ടോ. ഇനി അടുത്തത് ഗേളും വരാനായുള്ള സാധ്യത. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേള്, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേള്. ഓക്കെ, അപ്പോൾ GG എത്രയാണ്? 20 ഇൻറ്റു 24. ഓക്കെ, ഇനി ആദ്യത്തതിൽ നിന്ന് ബോയും രണ്ടാമത്തതിൽ നിന്ന് ഗേളും. ആദ്യത്തത് ബോയ്, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ. അപ്പോൾ 25 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ 24 ഗേൾസ് ഉണ്ട്. നേരെ തിരിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ ഗേളും രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയും. ആദ്യത്തെ ക്ലാസ്സിൽ ഗേള്, രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയ്. അതായത് 20 ഇൻറ്റു 26 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരെയും നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എടുത്തെഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും ഇൻറ്റു ചെയ്യുമ്പോൾ BB എന്ന് പറയുന്നത് 650 വരും, GG എന്ന് പറയുന്നത് 480 വരും, ആൻഡ് BG എന്ന് പറയുന്നത് 600, ആൻഡ് GB എന്ന് പറയുന്നത് 520 വരും. ഓക്കെ, ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലാണ് നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചത്. ആൻഡ് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇങ്ങനെ എഴുതി വെച്ചതിൻ്റെ ഗുണം നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ ആൻസറോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ബീയിങ് ബോത്ത് ഗേൾസ്? രണ്ടും പെൺകുട്ടി ആവാനായുള്ള സാധ്യത അല്ലെ. 2 പേരും പെൺകുട്ടികൾ വരണം. അപ്പോൾ 2 പേരും പെൺകുട്ടികൾ വരണം. അതായത് ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നില്ല. GG. ഓക്കെ, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഗേൾസ്. അപ്പോൾ 2 പേരും പെൺകുട്ടികളാവാനായുള്ള സാധ്യത ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 480 ആണ്. സോ 480 ഡിവൈഡഡ് ബൈ ആകെ സാധ്യത നമ്മൾ കണ്ടുപിടിച്ചു 2250. കണ്ടോ, ഇത് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റിയത് കണ്ടോ. നേരെ നമുക്ക് എടുത്തെഴുതാൻ സാധിക്കും. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, രണ്ടും ആൺകുട്ടികളാവണം. ഓക്കെ, രണ്ടും ആൺകുട്ടികളായേക്കാം. BB അല്ലെ, BB ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീയിങ് എന്താണ്? ബോയ്സ്. അങ്ങനെ എഴുതണം കേട്ടോ, ഞാൻ ഷോർട്ടാക്കി എഴുതുവാണേ. ഓക്കെ, ഇതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ്? 650 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 650 ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ് ഓൾറെഡി കണ്ടുപിടിച്ചു. കണ്ടോ, നല്ല എളുപ്പമില്ലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ? 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നല്ല രസമായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഓക്കെ, ഒരു ബോയും ഒരു ഗേളും ആയിരിക്കണം. അപ്പോൾ നോക്കിക്കേ, BG നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ബോയ്,
രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ. അടുത്തത് GB എടുക്കാൻ പറ്റും, അതും പറ്റും. അവിടെ ആദ്യത്തെ ക്ലാസ്സിൽ ഗേളും രണ്ടാമത്തെ ക്ലാസ്സിൽ ബോയും. നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അല്ലെ. ഈ രണ്ടുപേരും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം രണ്ടുപേരും എന്തായി പോകും, ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ആൺകുട്ടിയാവും അല്ലെങ്കിൽ രണ്ടുപേരും പെൺകുട്ടിയാവും. അത് നമുക്ക് പറ്റത്തില്ല. ഒരു ബോയും ഒരു ഗേളും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ബോയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു ബോയും ഒരു ഗേളും ആയിരിക്കണം എന്ന് മാത്രമുള്ളൂ. അതുപോലെ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഗേളും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയ് ആയ കുഴപ്പമുണ്ടോ? ഇല്ല. ഏത് ക്ലാസ്സിൽ നിന്ന് ആരെ വേണമെങ്കിലും എടുത്തോളൂ, ഒരു ബോയും ഒരു ഗേളും വേണം എന്നാണ് കണ്ടീഷൻ. സോ ഈ രണ്ടുപേരെയും നമ്മൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതാ നമുക്ക് നോക്കാം. BG പ്ലസ് GB ഈസ് ഈക്വൽ ടു 600 പ്ലസ് 520 ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത് 2,2,5,0. ഇതിന്റെ ആൻസർ നിങ്ങൾ പറയുമല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ കൂട്ടിയിട്ട് എത്ര കിട്ടുന്നു എന്ന് നേരെ ഒന്ന് പറയാം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? സോ ഈ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ആണ്. ഇനിയിപ്പോൾ ആൻസർ നിങ്ങൾ ഒന്ന് കണ്ണടച്ചിരിക്കുക, അത്രേ ഉള്ളൂ അല്ലെ. ആൻസർ കാണിച്ചു എന്ന് പറയണ്ട, നിങ്ങൾ അതൊന്നും ചെയ്തിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. 1 asked to say 2 digit numbers. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് ഒരു 2 അക്ക സംഖ്യ പറയൂ അല്ലെ. 2 അക്കങ്ങളുടെ സംഖ്യ 2 digit നമ്പർ പറയൂ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 digit നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, എന്തായാലും വരും. അപ്പോൾ നമുക്കറിയാം ആകെ എത്ര 2 digit നമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം 10 മുതൽ 99 വരെയാണ് 2 അക്ക സംഖ്യകൾ ഉള്ളത്. അപ്പോൾ 10 മുതൽ 99 വരെയും എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നോക്കണം. ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ, അതെങ്ങനെ വന്നു എന്ന് മിസ് പറഞ്ഞു തന്നേക്കാം. 1 മുതൽ 99 വരെയും 99 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് 2 അക്കങ്ങൾ മതി. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വേണ്ട. ആ 1 മുതൽ 9 വരെ 9 സംഖ്യകളുണ്ട്. അവരങ്ങ് മൈനസ് ചെയ്യുക, 90 എന്ന് കിട്ടും. ഇതങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ. 2 അക്ക സംഖ്യകളുടെ എണ്ണം 90 എണ്ണമാണ്. ഓക്കെ ആണോ? ഇത്രയും കഥ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെക്കുക. ഓൾറെഡി അറിയാവുന്നതാണ്, മിസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാണ്. 2 അക്ക സംഖ്യകളുടെ എണ്ണം ആകെ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 10 മുതൽ 99 വരെ 90 പേരുണ്ട് കേട്ടോ. ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് 90 ആണ്. ആയിക്കോട്ടെ, 2 അക്കങ്ങളും സെയിം ആവാനായുള്ള സാധ്യത, 2 പേരും ഒന്നാവാനായുള്ള സാധ്യത. അപ്പോൾ 10 എന്ന് പറയുന്നത് പറ്റില്ല. 11, 1, 2 അക്കങ്ങൾ സെയിം അല്ലേ? 11 പറ്റും. 22, 2, 2 പേര് സെയിം ആണ്. 22, 33, 44, 55, 66, 77, 88, 99 അല്ലേ? 99 വരെ അല്ലേ പറ്റത്തുള്ളൂ, 2 അക്കങ്ങളല്ലേ? ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായി തന്നെ ചാൻസ് ചെയ്താലോ? ചാൻസ് ഇസ് ഈക്വൽ ടു സാധ്യത ഇസ് ഈക്വൽ ടു 1 മുതൽ 99 വരെ 9 പേര്, 9 നമ്പേഴ്സ് ആണ് 2 നമ്പേഴ്സും അല്ലെ. 9 പേരാണ് 2 അക്കങ്ങൾ സെയിം ആയിട്ട് വരുന്നത്. 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ്, ആകെ സാധ്യത 90. സോ 1/10 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഭയങ്കര സിമ്പിൾ അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ലൈവിൽ കഴിഞ്ഞ ഇതേ ചാപ്റ്ററിൻ്റെ ലൈവിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, so next question. What is the probability of the first digit being twice the second? ഇത് ചെയ്തിട്ടില്ല. നമുക്ക് 2 അക്കങ്ങളുണ്ട്. ഓക്കെ, 2 അക്കങ്ങളുണ്ട്. ഫസ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്കത്തിൻ്റെ ഇരട്ടിയായിരിക്കണം. ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. 21. രണ്ടാമത്തെ അക്കം 1ന്റെ ഇരട്ടിയല്ലേ 2? ഓക്കെ ആണോ? ഇനി 42, 2ന്റെ ഇരട്ടിയല്ലേ ഫസ്റ്റ് ലെറ്റർ അല്ല, ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 10th പ്ലേസിൽ കിടക്കുന്ന 4. ഇനി 63, 3ന്റെ ഇരട്ടിയാണ് 6. ഇനി 84, 4ന്റെ ഇരട്ടിയാണ് എന്ത്? 8. ഇത്രയും ആളുകളല്ലേ നമുക്ക് 2 അക്കത്തിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ എടുക്കാൻ പറ്റൂ. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, പെട്ടെന്ന് ഒന്ന് കത്തിന്ന് വരില്ല. ഇപ്പോൾ ഓൾറെഡി ക്ലിയർ ആയല്ലോ. എന്താണ്? 2 അക്കങ്ങളിൽ ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലേ, സെക്കൻഡ് ഡിജിറ്റിന്റെ ഡബിൾ ആയിരിക്കണം, ടോയ്സ്, ഇരട്ടിയായിരിക്കണം. ഇപ്പോൾ കിട്ടിയല്ലോ. ഇനി ചാൻസ് ചെയ്താലോ? എത്ര പേരുണ്ട്? 1, 2, 3, 4, 4 പേരുണ്ട് അല്ലേ. അപ്പോൾ ചാൻസ് ഈസ് ഈക്വൽ ടു സാധ്യത ഈസ് ഈക്വൽ ടു 4/90. വെരി സിമ്പിൾ.
ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവനെയും നോക്കി വെച്ചോ, ഇവനും ചോദിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ABCD എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, ഒരു ചതുരമാണ്. P എന്ന് പറയുന്നത് DC യുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെയും ഞാൻ കാണാതെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ നടത്തുവാണ്. അപ്പോൾ ഈ ഡോട്ട് ട്രയാങ്കിൾ APB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വീഴാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആ ഷെയ്ഡ് ചെയ്തിട്ടില്ലേ, ആ ട്രയാങ്കിളിൽ വീഴാനായുള്ള സാധ്യത ഞാൻ കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ നേരത്തെ വീണില്ലേ, വീഴാനായുള്ള സാധ്യത. അപ്പോൾ ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? അവനെ ഈക്വലായിട്ട് തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, പറ്റും. പിയിൽ നിന്ന് നേരിതാ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചാൽ പോരെ. ഇപ്പോൾ 1 2 3 4 4 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? 4 പേരും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തിയറിയിലോട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള 4 ത്രികോണങ്ങൾ കിട്ടി. അതില് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അല്ലെ, അതായത് ട്രയാങ്കിൾ APBയിൽ വരാനായുള്ള സാധ്യത. ഈ APB എന്ന് പറയുന്നതിൽ 1 2 2 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ്. ആകെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 1/2 എന്ന് ഉത്തരം വരും. വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ട്രയാങ്കിൾ ADP? ഓക്കെ, ADP എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ വരാനായുള്ള സാധ്യത ഞാൻ വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ വരാനായുള്ള സാധ്യത. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇവിടെ ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1 അല്ലെ, 1/, ടോട്ടൽ ട്രയാങ്കിൾസ് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4. വെരി സിമ്പിൾ. ഇത് ക്ലിയർ ആയോ? ഇവൻ തല തിരിച്ചും തല കുത്തിയും തല മറിഞ്ഞൊക്കെ വരും. ഓക്കെ, ഈ ഒരു ഫിഗർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമല്ലോ. തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുന്ന ഫിഗർ വന്നു കഴിഞ്ഞാൽ തുല്യമായിട്ട് ഭാഗിച്ചു പോകണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നമ്മൾ ഒരു സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ? സർക്കിളിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു സർക്കിളിനെ ഇങ്ങനെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാം അല്ലെ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലെ. ആദ്യം എനിക്ക് തോന്നുന്നു ഫസ്റ്റോ സെക്കൻഡോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവന്റെയും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു പെട്ടിയിലിട്ട് പൂട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബീഡ്സ്. ഓക്കെ, ഒരു പെട്ടിയിൽ 6 ബ്ലാക്കും 4 വൈറ്റ് ബീഡ്സും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 5 ബ്ലാക്കും 3 വൈറ്റ് ഉണ്ട്. ഓക്കെ, വേറൊരു പെട്ടിയിൽ 5 ബ്ലാക്കും 3 വൈറ്റ് ഉണ്ട്. ഇതിൽ നിന്നും ഓരോ ബോക്സിൽ നിന്നും ഞാൻ ഓരോ ബീഡ്സ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈച്ച് ബോക്സ് ഓരോന്നിൽ നിന്നും. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? പെയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ടോട്ടൽ പെയേഴ്സ്? ആകെ ജോഡികൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ എടുത്ത് എഴുതുന്ന പോലെ എഴുതാം. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ എത്ര ആളുകളുണ്ടെന്ന് എഴുതാം. രണ്ടാമത്തെ പെട്ടിയിലും എത്ര ആളുകളുണ്ടെന്ന് എഴുതാം. ഓക്കെ, ആദ്യത്തെ പെട്ടിയിൽ 6 ബ്ലാക്കും 4 വൈറ്റ് ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് 6 എണ്ണം, വൈറ്റ് 4 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോക്സിന്റെ എഴുതി. ഇനി സെക്കൻഡ് ബോക്സിന്റെ കാര്യം നോക്കാം. 5 ബ്ലാക്ക് 3 വൈറ്റ്. ഓക്കെ, 5 ബ്ലാക്കും 3 വൈറ്റും. 5 ബ്ലാക്ക്, വൈറ്റ് ബോളും 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. രണ്ടുപേരുടെയും സമ്മ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും തുകകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ. നമുക്ക് ആകെ ചാൻസ്, ആകെ സാധ്യത കിട്ടും. അപ്പോൾ ടോട്ടൽ പെയേഴ്സ്, ആകെ ജോഡികൾ എന്ന് പറയുന്നത് 10, അവിടെ 8. 10 × 8 എത്ര വന്നു? 80 പെയേഴ്സ്, 80 ജോഡികളാണ് വരുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ടും ബ്ലാക്ക് വരാനായുള്ള സാധ്യത. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി എഴുതിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബ്ലാക്ക് വരാനുള്ള സാധ്യത മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് BB അല്ലെ, 2 പേരും ബ്ലാക്ക് വരണം. അപ്പോൾ ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ദാറ്റ് ഈസ് 6 × 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ് എത്രയാണ്? 80. 6 × 5 എത്രയാ? 30/80. 0 പോയാൽ 3/8 എന്ന് ഫൈനൽ ആൻസർ വരും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത സബ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് 1 ബീങ് ബ്ലാക്ക് ആൻഡ് അനദർ ബീങ് വൈറ്റ്? ഓക്കെ, ഒരു ബ്ലാക്കും ഒരു വൈറ്റും വരാനായുള്ള സാധ്യത. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തതിൽ നിന്ന് ബ്ലാക്കും രണ്ടാമത്തതിൽ നിന്നും വൈറ്റ്, അതായത് 6 × എത്രയാണ്? 3, 18 എന്ന് വന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി നേരെ തിരിച്ചും വരാലോ. ഇവിടെ നിന്ന് വൈറ്റും അവിടെ നിന്നും ബ്ലാക്കും, വൈറ്റും ബ്ലാക്കും, അതായത് 4 × 5.
20 വരും. ഓക്കെ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എല്ലാം എഴുതിയിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഞാൻ നേരെ ഒരുമിച്ചാട്ടോ ചെയ്തു പോയത്. അപ്പോൾ നോക്കിക്കേ, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും ആണ്. അതെ, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും ആണ്. ഇവിടെയും അതെ, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ചാൻസ് എഴുതാലോ. സോ ചാൻസ് ഇസ് ഈക്വൽ ടു, സാധ്യത ഇസ് ഈക്വൽ ടു 18 + 20 ഹോൾ ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എത്രയാണ്? 80. സോ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 38/80 എന്ന് വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ പെട്ടിയിലുള്ള ബോക്സ് അല്ലെ, പെട്ടിയിലുള്ള ബോക്സ് അല്ലല്ലോ, ബോക്സിനുള്ളിലെ ബീഡ്സിന്റെ എണ്ണം, ബോളിന്റെ എണ്ണം ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കണം. സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്ന് ചെയ്ത് നോക്കാവോ? വേഗം ഒന്ന് എടുത്തിട്ട്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ ഇതാ നോക്കിയേ. ആദ്യത്തെ ബോക്സിൽ 6 റെഡ് ബീഡ്സും 5 വൈറ്റ് ബീഡ്സ് ഉണ്ട്. രണ്ടാമത്തതിൽ 8 റെഡും 4 വൈറ്റും ഉണ്ട്. ടോട്ടൽ പേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ചെയ്ത സെയിം മോഡൽ ബോയ്സും ഗേൾസും നമ്മൾ ചെയ്തില്ലേ, അതൊക്കെ തന്നെ, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി രണ്ടും റെഡ് ആവാനായുള്ള സാധ്യത, രണ്ടും വൈറ്റ് ആവാനായുള്ള സാധ്യത, അറ്റ്ലീസ്റ്റ് 1 റെഡ്, ഒരെണ്ണമെങ്കിലും റെഡ് വരാനായുള്ള സാധ്യത. ഇതിന്റെ ക്വസ്റ്റ്യൻ എയും ബിയും സിയും ഡിയും വേഗം ചെയ്തോന്ന് അറിയിക്കണം. ഉറപ്പായിട്ടും അറിയിക്കണം. കാരണം ഈവൻ എന്തായാലും ഈ മോഡൽ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരും. ഓക്കെ, ഇതിപ്പോ ഒന്നില്ലെങ്കിൽ കളേഴ്സ് ആയിരിക്കും, ബോയും ഗേൾ ആയിരിക്കും, അല്ലെങ്കിൽ മാംഗോന്റെ അല്ലെ റൈപ്പ് അൺറൈപ്പ് എന്നായിരിക്കും. ഏത് രീതി വന്നാലും ചെയ്യേണ്ട മെത്തേഡ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത് തീർച്ചയായിട്ടും ചെയ്തിട്ട് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ, മടിക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, വീണ്ടും വന്നിരിക്കുന്നു. നമ്പേഴ്സിന്റെ ലോകത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഒരാളോട് പറയുവാണ് നാച്ചുറൽ നമ്പേഴ്സ് പറയൂ. 1 മുതൽ 20 വരെയും ഉള്ള അതിനിടയിലുള്ള ഇഷ്ടമുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയൂ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ ഇവൺ നമ്പർ ആവാനായുള്ള സാധ്യത, ഓക്കെ, ഇരട്ട സംഖ്യ ആവാനായുള്ള സാധ്യത. നമുക്കറിയാം ഇവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ചാൻസ് 1 മുതൽ 20 വരെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 20 നമ്പേഴ്സ് ഉണ്ട്. 20 നമ്പേഴ്സിൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 2, 4, 6, 8, 10 അല്ലേ? നമുക്ക് അറിയാം എത്ര എണ്ണം ഉണ്ടാവും? 10 ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 10 പേരുണ്ട്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 10/20. 0 വെട്ടി 1/2. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിനും എളുപ്പമാണ്. എന്താ നോക്കിക്കേ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബീയിങ് മൾട്ടിപ്പിൾ ഓഫ് 5? അപ്പോൾ 1 മുതൽ 20 വരെ ഉള്ളതിൽ 5ന്റെ ഗുണനങ്ങൾ എത്ര എണ്ണമുണ്ട്? അവൻ്റെ ചാൻസ് കണ്ടുപിടിക്കുക. അറിയാം 5, 10, 15, 20, 4 പേരല്ലേ ഉള്ളത്. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 4/20 വരും. ഇവനെ വെട്ടി ചെറുതാക്കി എഴുതാട്ടോ. 1/4 വെട്ടി ചെറുതാക്കി എഴുതാം. അപ്പോൾ 1/4 അല്ല, 1/5 വെട്ടി ചെറുതാക്കി എഴുതാം. 4 ഒരു തവണ, 4 20, 5 തവണ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യനിൽ ഈ മൾട്ടിപ്പിൾ ഓഫ് 5, മൾട്ടിപ്പിൾ ഓഫ് 3, ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ അടിപൊളി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു അല്ലെ. ടെക്സ്റ്റ് ബുക്കിലൊന്നും കണ്ടു പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. നോക്കാം. നമുക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ലെറ്റർ തന്നിട്ടുണ്ട്, ഒരു വേർഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഓരോ ലെറ്ററും നമുക്ക് ഇതാ ഇവിടെ ക്യാപ്സിലെല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പേപ്പർ കടലാസുകളായിട്ട് മലയാളത്തിൽ ഓരോ ലെറ്റേഴ്സും എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടു. സ്വാഭാവികം അല്ലേ, ബോക്സിലാണ് നമ്മളെല്ലാം ഇടുന്നത്. ആ ബോക്സിൽ നിന്നും ഞാനൊരു പേപ്പർ സ്ലിപ്പ്, ഒരു കടലാസ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അത് എ വരാനായുള്ള സാധ്യത വേഗം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നു കാണും. അപ്പോൾ ടോട്ടൽ ചാൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 9 പേരാണുള്ളത്. ഇവിടെ നോക്കി എല്ലാവരുടെയും താഴെ 9 തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ എ വരാനായുള്ള സാധ്യത 1, 2, 3, 4 ആണ്. സോ ആൻസർ ഈസ് 4/9. സിമ്പിൾ അല്ലേ? ഇത് ഇത്രയും ടൈം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഓക്കെ, 4/9. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദി നമ്പർ 1 മുതൽ 2, 3, 25 വരെ എഴുതിയിട്ടുണ്ട്.
വീണ്ടും ചെറിയ ചെറിയ പേപ്പർ കടലാസിലാക്കിയിട്ട് ഒരു പെട്ടിയിലിട്ട് പൂട്ടി. ഇനി അതിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഈ ലോട്ട് എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒരു പേപ്പർ പീസ് എടുത്തു കഴിഞ്ഞാൽ അത് ഈവൺ നമ്പേഴ്സ് വരാനായുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്? 25 പേരുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത്, ആകെ സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 25 1 മുതൽ 25 വരെ. അതിൽ ഇവൺ നമ്പർ വരാനായുള്ള സാധ്യത സിമ്പിൾ അല്ലേ. 1 മുതൽ 25 വരെ എത്ര ഇവൺ നമ്പേഴ്സ് ഉണ്ട്? 24 അല്ലെ. 24 വരെയാണ് ഇവൺ വരിക. 2 മുതൽ 24 വരെ എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പോൾ സോ ആൻസർ 12/25. എന്ത് സിമ്പിൾ ആണല്ലേ. ഇനി അടുത്തത് ഓഡ് വരാനുള്ള സാധ്യത. 25 പേരിൽ ഇരട്ട സംഖ്യ 12 ആണെങ്കിൽ 25 12 കുറച്ചാൽ ബാക്കി ഒറ്റ സംഖ്യ ആയിരിക്കൂലേ. ഓക്കെ അല്ലേ. സോ 13/25 നെക്സ്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, 25 പേരുണ്ട്, അതിൽ ഇവൺ നമ്പേഴ്സ് 12 ആണെങ്കിൽ ബാക്കിയുള്ളത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കൂലേ. 25 12 മൈനസ് ചെയ്തു 13 എന്ന് കിട്ടി. സിമ്പിൾ. ഇനി അടുത്തതെന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പേഴ്സ് വരാനായുള്ള സാധ്യത. എന്താണ് ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് 2 ഘടകങ്ങൾ, 2 ഫാക്ടേഴ്സ് ഉണ്ടാവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകും. ഓക്കെ, ഇവരെ ഒന്നുകൊണ്ടും അതേ നമ്പർ കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇവരെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, ഈ നെക്സ്റ്റ് വന്നത് 17 വരും, 19 വരും. 1 2 3 4 5 6 7 8. ഒരാൾ കൂടി വരുമല്ലോ, ആരോ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. 13 12 14. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എഴുതിയിട്ട് ഒന്ന് കണ്ടുപിടിക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ആ നമ്പറും ഒന്നും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ആ നമ്പർ കിട്ടത്തുള്ളൂ, പ്രൈം നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. 2 എന്ന് പറയുന്നത് 1 × 2 ചെയ്താൽ മാത്രമേ 2 കിട്ടത്തുള്ളൂ. 3 എന്ന് പറയുന്നത് 1 × 3 ചെയ്താൽ മാത്രമേ 3 കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ആരാണ്? 5 എന്ന് പറയുന്നത് 1 × 5 ചെയ്താൽ മാത്രമേ 5 കിട്ടത്തുള്ളൂ. അതുപോലുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഒരു 8 പേരെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, 25 പേരുണ്ട്. ഓക്കെ, ഒരാൾ കൂടി വരും, ആരാണ്? 23 അല്ലെ. 23 കൂടി വന്നു കഴിഞ്ഞാൽ 9 പേരായി. അപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് 9/25 ആണ്. ഓക്കെ, പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായോ? അത് 25 പേരിലല്ല, 10 പേർക്കിടയിൽ പ്രൈം നമ്പേഴ്സ് വരാനുള്ള സാധ്യത. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രൈം നമ്പേഴ്സ്. അവർക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആ നമ്പറും ഒന്നും തമ്മിൽ ഇൻറ്റു ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? പ്രൈം നമ്പേഴ്സ് കിട്ടത്തുള്ളൂ. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി പ്രൈം നമ്പേഴ്സ് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യുമല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്തിട്ടുണ്ട്. ഡൈസ് അറിയാലോ, നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കൂലേ. പാമ്പും ഏണിയും, പാമ്പും കോണിയും, എവിടെയൊക്കെ പല പല എന്താണ് ഒരു എന്താണ് പല പല ഇതായിരിക്കും പറയുന്നല്ലേ, പല സ്ഥലങ്ങളിലായിട്ട്. ഞങ്ങളിവിടെ പാമ്പും കോണി എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലുഡോ കളിക്കുന്നത് അല്ലേ, ഡയസ് കണ്ടിട്ടില്ലേ. ഓക്കെ, ആ ഡയസ് 1 മുതൽ 6 വരെ ഉണ്ടല്ലേ. നമുക്കറിയാം, 1 കുത്ത്, 2 കുത്ത്, 3 കുത്ത്, അങ്ങനെ 6 വരെയുണ്ട്. ആൻഡ് അതിങ്ങനെ എറിയുവാണെങ്കിൽ ഈവൻ നമ്പർ വീഴാനായുള്ള സാധ്യത. അപ്പോൾ ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് ആകെ 6 എണ്ണം ഉണ്ട് അല്ലേ. 1 2 3 4 5 6 പേരാണുള്ളത്. അതിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 2ഉം 4ഉം 6ഉം. ഇതല്ലേ ഇരട്ട സംഖ്യകൾ. അപ്പോൾ 3 പേരുണ്ട്. 3/6 ആണ് ചാൻസ്. 1/2 എന്ന് എഴുതാം. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഓഡ് നമ്പർ വരാനുള്ള സാധ്യത 1 3 5. ഇത്രയും പേരല്ലേ ഒറ്റ സംഖ്യ ഉള്ളത്. വീണ്ടും 3/6, അതായത് 1/2 നമുക്ക് ആൻസർ വരിക. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് വൺ, വീണ്ടും വന്നിരിക്കുന്നു പ്രൈം നമ്പേഴ്സ്. കണ്ടോ, പ്രൈം നമ്പർ വരാനായുള്ള സാധ്യത 1 മുതൽ 6 വരെ ഉണ്ട്. അവിടെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 3 5. ഓക്കെ, അപ്പോൾ 2 3 5 3 പേരാണ്. സോ ഇവിടെയും ചാൻസ് 3/6, അതായത് 1/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. പ്രൈം നമ്പർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെയും 2 അക്ക സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് വീണ്ടും ഒരു പേപ്പർ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 5, 5ൻ്റെ ഗുണനങ്ങൾ വരാനായുള്ള സാധ്യത. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി ഓക്കെ, സാധ്യതയും ചോദിച്ചിട്ടുണ്ട്, എത്ര 5ൻ്റെ മൾട്ടിപ്പിൾസ് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ വരാതിരിക്കാനായുള്ള സാധ്യതയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യാം കേട്ടോ. കുറേ നേരമായില്ലേ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പേപ്പർ സ്ലിപ്പിൻ്റെ എഴുതുന്നത്. അപ്പോൾ നോക്കാം, 2 ഡിജിറ്റ് നമ്പേഴ്സ് ടോട്ടൽ ചാൻസ് എന്ന് പറയുന്നത് ആകെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 90 എണ്ണം ഉണ്ട്. ഓക്കെ, 10 മുതൽ
10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ ഉള്ളത്. ഓക്കെ, അതിൽ 5ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ചാൻസ് എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾസ് എത്രണ്ണം ഉണ്ടോ അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ, അഥവാ 90 എഴുതിയാൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ വെറുതെ എക്സാമ്പിൾ പറയുവാണ്, എത്രയാ 4/5. അതല്ലാട്ടോ ആൻസർ, ഞാൻ വെറുതെ ഇട്ടതാണ്. 4/5 എന്ന് നമുക്ക് ആൻസർ വന്നു എന്ന് കരുതാം. മൾട്ടിപ്പിൾ ഓഫ് 5 വരാനായുള്ള സാധ്യത 4/5 ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ വരാതിരിക്കാനുള്ള സാധ്യത, ആകെ സാധ്യത 1 ഒന്നിൽ നിന്നും വരുന്ന സാധ്യത കുറച്ചാൽ വരാതിരിക്കാനുള്ള സാധ്യത കിട്ടത്തില്ലേ? ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അല്ലേ? നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഷെയ്ഡ് ചെയ്തതോ ഞാൻ വിട്ടുപോയി. ഓക്കെ, ചാൻസ്, ടോട്ടൽ ചാൻസ് 1, അതിൽ നിന്നും അല്ലെ ഓഡ് നമ്പർ കിട്ടാനായുള്ള സാധ്യത മൈനസ് ചെയ്താൽ ബാക്കി ഈവൻ നമ്പർ വരാനുള്ള സാധ്യതയാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ 5ന്റെ ഗുണനം വരാനായുള്ള സാധ്യത 4/5 ആണെങ്കിൽ വരാതിരിക്കാനായുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1ൽ നിന്നും ഈ ഒരു സാധ്യത ചാൻസ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അതേ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനൊക്കെ മിസ് തരുന്നത് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഐഡിയ മാത്രം തരാം. ഓൾറെഡി നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം, ഒരു പെട്ടിയിൽ 4 ബ്ലാക്കും 3 വൈറ്റ് ബോൾസ് ഉണ്ട്. വേറൊരു പെട്ടിയിൽ 5 ബ്ലാക്കും 3 വൈറ്റ് ബോൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മളിത് ബീഡ്സ് എന്ന് പറയുന്നത് ബോൾ വന്നതാണ് അല്ലേ? സെയിം മെത്തേഡ്, സെയിം മോഡൽ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാൻസിൻ്റെ ടോട്ടൽ പോസിബിൾ പെയേഴ്സ്, ആകെ ജോഡികൾ എത്രയായിരിക്കും? 2 ബ്ലാക്ക് വരാനായുള്ള സാധ്യത, 2 വൈറ്റ് വരാനായുള്ള സാധ്യത. ഇനി 2 ബോളും വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോൾസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, 2 പേരും അല്ലെ വേറെ വേറെ കളർ വരാനായുള്ള സാധ്യത. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമല്ലോ, അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മിസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി തന്നെ എന്ത് ചെയ്യണം, ഒന്ന് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കമൻ്റ് ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് വീട്ടിൽ നിന്ന് ചെയ്യാനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇതിൽ നിന്നും ഒരു മാർക്ക് പോലും നമുക്ക് കളയാൻ പാടില്ല കേട്ടോ, അത്ര എളുപ്പമുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാൻസസിലെ മോർ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ, നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ.